നമസ്കാരം കടികളെ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? കാന്താരീസിന് ചാക്കോച്ചിയാണ്. നമ്മളിന്നൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്നൊരു പെട്ടക്കറി ഉണ്ടാക്കാം. ദാബ സ്റ്റൈല് ഒരു പനീർ കറി. പെട്ടെന്ന് പോയി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വരാം. വാ. അപ്പൊ കടികളെ, നമുക്ക് നല്ല അടിപൊളി ദാബ സ്റ്റൈല് പനീർ കറിക്ക് വേണ്ടിയിട്ട് പനീർ എടുക്കാം. പിന്നെ നമുക്ക് സവോള എടുത്തിരിക്കുന്ന ഒരു സവോള എടുത്തിട്ടുള്ളൂ വലുത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, മല്ലിയില. സ്പൈസസ് ആയിട്ട് നമ്മൾ തക്കോല എടുത്തിട്ടുണ്ട്, അതിൽ എടുത്തിട്ടുണ്ട്. കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, ജീരകം കുറച്ചെടുത്തിട്ടുണ്ട്, കരയാമ്പൂവ്, ഏലക്കായൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം തന്നെ പനീർ, നമ്മൾ 200 ഗ്രാം ഉണ്ടോ പനീർ എടുത്തത്, അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇടട്ടെ, ഒരു 1/4 ടേബിൾ സ്പൂൺ. കുറച്ച് അതുപോലെ തന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി കാശ്മീരി ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇടാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പിട്ട് ഇങ്ങനെ കൈകൊണ്ട് പതുക്കെ തിരുമ്മി കൊടുക്കാം കേട്ടോ. പതുക്കെ മിക്സ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് ഇതുപോലെ മാറ്റി വയ്ക്കാം നമുക്ക്. പിന്നെ ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണ ചൂടാക്കാം. അതിലേക്ക് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി, അതിനൊരു പച്ചമണം ഉണ്ടാവില്ല, അതൊന്ന് പോയി കിട്ടണം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം പോണ വരാം. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഞാൻ ഒരു സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു സവോള നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഒരു അല്പം ഉപ്പിട്ട് കൊടുത്ത് വഴറ്റണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതിയേ. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളർ ആവണം. തീ കുറച്ചിട്ടാണ് നമുക്ക് ചെയ്യണം, അപ്പോൾ ഇത് ആവുള്ളൂ കേട്ടോ. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ചാണ് പേസ്റ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെയും പച്ചമണം ഒന്ന് പോകണം, അപ്പോൾ അത് സെറ്റ് ആവുള്ളൂ. അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം. മുളക് പൊടി നമുക്ക് കാശ്മീരി 1.25 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. കാശ്മീരി മുളക് 1.25 ടേബിൾ സ്പൂൺ ഇടണം. അതിനുശേഷം നമ്മൾ ജീരകം പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്, ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ നമ്മുടെ കടലമാവാണ്, 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പരമാവധി ഈ സമയം തീ നന്നായിട്ട് കുറയ്ക്കണം കേട്ടോ. തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ചെറിയ തീയിൽ ഇങ്ങനെ നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ ഒരു തക്കാളിയാണ്, വലിയ തക്കാളി നോക്കി ഒരു തക്കാളി നമ്മൾ പേസ്റ്റ് അടിച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കങ്ങനെ ചെറിയൊരു തീയിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കളറൊക്കെ മാറി വരും, ഇങ്ങനെ നല്ല രീതിയിൽ കളർ മാറി. അതുപോലെ തന്നെ അതൊന്ന് അതിൻ്റെ എണ്ണ തെളിയണം. നമുക്ക് ആ എണ്ണ തെളിയണ വരെ അങ്ങനെ പതുക്കെ തീയിൽ വേവിച്ചെടുക്കണം. പണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ഏകദേശം കളറൊക്കെ മാറി ഒരു എണ്ണ തെളിച്ചിലൊക്കെ വന്നിട്ടുണ്ട്. 2-3 പച്ചമുളക് നമുക്ക് നീളത്തിൽ അരിഞ്ഞിടാം. അല്പം ഇഞ്ചി നമുക്ക് ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ് നൈസായിട്ട് കട്ട് ചെയ്തിടണേ. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ നെയ്യ് എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമുക്ക് എടുത്ത് പനീർ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. പനീർ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് ഫ്രൈ അല്ല, ഒരു ചെറിയ രീതിയിൽ അതിന് വേവിച്ചെടുക്കുമ്പോൾ നമുക്കത് ഉടഞ്ഞു പോകില്ലേ നമ്മുടെ ഗ്രേവിയിലേക്ക് ഇടുന്ന സമയത്തെ. ഇത് ഇറക്കി മറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് ആ ഇത് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവിയിലേക്ക് ഇടുന്ന സമയത്ത് അതിൽ ആകെ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണേ. മസാലയൊക്കെ അതുപോലെ പിടിക്കും. അതിനുശേഷം നമുക്ക് ആ പനീർ വറുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാം ഇതിൽ, കാരണം ഇത്തിരി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ ഒന്ന് പതുക്കെ ഒന്ന് ഇത് ഇളക്കിയതിന് ശേഷം സെൻറ്ററിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്ത് നല്ല രീതിയിലല്ല, ഒരു പതുക്കെ മിക്സ് ചെയ്യണേ. നമ്മൾ ഓൾറെഡി അത് ഫ്രൈ ചെയ്തെടുത്തിരുന്നു, പനീർ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യാം. പിന്നെ ഒരു അല്പം തൈര് ഞാൻ ഇത്തിരി നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ ആ ഗ്രേവി അടിച്ച സമയത്ത്, അപ്പോൾ ഇത്തിരി നേരം വൈകിപ്പോയി. അപ്പോൾ നമുക്ക് തൈര് ഇട്ട് കൊടുത്ത് അതിനൊന്ന് മിക്സ് ചെയ്യണം. ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിൽ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അല്പം പഞ്ചസാര, ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന മസാല അത് എല്ലാം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്.
കുറച്ച് മല്ലിച്ചപ്പ് നമുക്ക് മല്ലി ഇല ഉണ്ടല്ലോ, അത് നമുക്ക് അരിഞ്ഞ് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കസ്തൂരി മേന്തി കുറച്ചെടുക്കാം. അതിന് നമുക്ക് കയ്യിൽ വെച്ചൊന്ന് തിരുമ്മി പൊടിച്ചെടുക്കണം. കയ്യിൽ വെച്ച് തന്നെ ഒന്ന് തിരുമ്മിയാൽ മതി. ആ തിരുമ്മി നമുക്ക് അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ അപ്പൊ തന്നെ നല്ല അടിപൊളി മണമായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വേണ്ട. ഇത് കഴിക്കാനായിട്ട് കാണുമ്പോൾ തന്നെ കൊതിയാവണം. നല്ല സ്മെല്ലാണ് വരണേ. നമ്മുടെ മസാലയും ഇതൊക്കെ കൂടി വരുമ്പോൾ നല്ല സ്മെല്ല് കിട്ടണ്ട. സൂപ്പർ ആയിട്ടുണ്ട് കറി നമ്മുടെ. ഒന്നും നോക്കണില്ല, ഞാൻ ഇപ്പൊ തന്നെ കടയിൽ പോയിട്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമുക്ക് വേറൊന്നും മേടിക്കാൻ വലിയ പൊറോട്ടനെ മേടിച്ചത് കഴിക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാൻ എന്തായാലും 2 പൊറോട്ട മേടിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ കടികളെ അടിപൊളിയാണ് കേട്ടോ, നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഞാൻ പൊറോട്ട മേടിച്ചിട്ട് വരാവേ. പോരാം ഓടി പോയിട്ട് വരാം. അപ്പൊ കടികളെ നമ്മൾ കഴിക്കാൻ പോവാണേ. പൊറോട്ടയുടെ കൂടെ ഉണ്ടാ കഴിക്കണേ. അപ്പൊ എങ്ങനെ നോക്കട്ടെ, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. നോക്കട്ടെ, ഒരു പീസ് എടുക്കുക. ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, നല്ലോണം ഗ്രേവിയിൽ മുക്കി അടിപൊളി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ, സംഭവം സൂപ്പറാണേ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മള് പുറത്ത് നമുക്ക് കഴിക്കുമ്പോഴേ നമുക്കൊരു പ്രത്യേക രുചി ഉണ്ടാവും. അതേ ടേസ്റ്റ് തന്നെയാണ് സാധനത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പീസ് കൊണ്ട് എടുക്കാം. അടിപൊളിയാണ്. ഇത് പൊറോട്ടയുടെ കൂടെയും നമുക്ക് ബട്ടറുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല എന്താ പറയാ, ഒരു ജീരകത്തിന്റെ ഒക്കെ ഒരു കടി വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഓവർ ജീരകമൊന്നുമില്ല. നല്ല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഒരു രക്ഷ അടിപൊളിയാണ്. നമ്മൾ താപയെന്നൊക്കെ മേടിച്ച് കഴിക്കില്ലേ, താപ ഇവിടെ നമുക്ക് മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്കൊരു വെറൈറ്റി രുചിയാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം, കഴിച്ച് അഭിപ്രായം പറയണം. എന്തായാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി തന്നെ കഴിക്കണം. അതൊരു വേറൊരു ലെവലാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിയുന്നതും രണ്ടിനും ടേസ്റ്റാണ്. എങ്കിലും നല്ല അടിപൊളി. നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും സൂപ്പർ ആയിരിക്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. നമുക്കത് മനസ്സിന് തൃപ്തിയോടുകൂടി കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് നമ്മളെ കൂടെ കൂട്ടിക്കോ. നമുക്ക് അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.